അങ്ങനെ അക്കു അവൻ്റെ സൈക്കിൾ കൊണ്ടുവരുമ്പോൾ നിർത്തിയിടാനുള്ള സ്പേസ് റെഡിയാക്കുകയാണ്. എല്ലാം അവിടെ നിന്ന് വലിച്ചു മാറ്റി മോനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം. അപ്പം ഇന്ന് അബ്ബ വരുമ്പോൾ സൈക്കിൾ വാങ്ങണമെന്ന് പറഞ്ഞ് അതൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. അക്കോ എന്തിനാണ് നീ വൃത്തിയാക്കണേ? അക്കോ ആ ഇതെന്തിനാ വൃത്തിയാക്കണേ നീ? ഉറക്കെ പറ, കേക്കില്ലടാ. സൈക്കിൾ വെക്കാനോ? പുതിയ സൈക്കിൾ വാങ്ങണ്ടോ? എന്ന് പറയടാ, ഉറക്കെ പറയേ. ഇന്ന് വാങ്ങണ്ടോ? എപ്പോ? ഇങ്ങോട്ട് നോക്കിയേ. എപ്പോഴാ വാങ്ങാ? ആരെ വാങ്ങാ? അബ്ബ എപ്പോഴാ വരിക? ഇങ്ങോട്ട് നോക്ക്, ശരിക്കും നീ എണീറ്റ്. അബ്ബാൻ്റെ പൈപ്പ് എടുത്ത ചേടാ. അതൊക്കെ അബ്ബാൻ്റെ പൈപ്പ് എടുക്കണം. അതവിടെ കുടുങ്ങിയനടാ. ഇവിടെ ഉള്ള എല്ലാം മാറ്റി ഒക്കെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. അവൻ്റെ സൈക്കിള് അബ്ബ വരുമ്പോൾ വാങ്ങും. അത് വൃത്തിയാണ്. ഇന്ന് രാവിലെ മുതൽ ഫുള്ള് എഴുത്തൊക്കെയാണ് പരിപാടി. അബ്ബാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫുള്ള് എഴുതി വെച്ചിട്ട് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ 1 2 3 100 വരെ എഴുതിയിരിക്കണ്. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കണം. അങ്ങനത്തെ ഒന്നും വേണ്ടപ്പാ. കുറച്ച് വീടിനകത്തോടെ ഓടിക്കാൻ പറ്റും. വലിയ റബ്ബറില്ലത് എന്തേലും ചുറ്റേണ്ടി വരും അല്ലേ? 4 റബ്ബറേ നല്ല നമുക്ക് കോൺക്രീറ്റ് റോഡ് വഴി ഓടിക്കണല്ലേ? അത് ഇലക്ട്രിക് ആണോ? അത് ബാറ്ററി ഓടുന്നല്ലേ? വേണോ? പൈസ അല്ല. ഇപ്പം അത് മതി. അല്ല, ഓട്ടോറിക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? കാറ്റടിച്ചോ? ആ, അപ്പോൾ കുഴപ്പമില്ല. മറ്റേ പോവില്ല. ആദ്യത്തെ സ്പീക്കർ മങ്ങാങ്ങല്ലേ? ഞാൻ അവിടെ ഓട്ടോ നമ്മുടെ ഒരാളുണ്ടെങ്കിൽ അതിനെ വിളിക്കട്ടെ. ഞങ്ങൾക്ക് ഇടയ്ക്ക് വേറെ കടയിലൊക്കെ കയറാൻ മതി. പിന്നെ അവൻ വന്നാലേ നടക്കൂ. ഒരാൾ തള്ളല്ല. ഓക്കെ അല്ലേ? തത്തല്ലേ? അത് മതി കറക്റ്റാ. ഹലോ, ആ സാനു ഇവിടെ ഉണ്ടോ? ഇടക്കരയുണ്ടോ? ആ ഒന്ന്
എൻ്റെ സൈക്കിൾ കൊണ്ടുപോയോ ഓട്ടോറിക്ഷയ്ക്ക്? ഇതൊക്കെ തന്നു അത് വീഡിയോ എടുത്താ എന്ത് സൈക്കിളിലെ വന്നു അപ്പോൾ സൈക്കിൾ എടുത്തു. ഞാൻ അപ്പൊ എനിക്ക് വർത്താനൊന്നും പറയണ്ട, ചുമ്മാ എടുത്താൽ മതി. വർത്താനൊക്കെ എടുക്കുക. എന്താ പ്രശ്നം? എന്താ ഫോൺ തെറ്റിക്കുന്നു. എന്താ പ്രശ്നം? ഞാനത് അബ്ബാന്റെ ഫോൺ നമ്മളോട് വെച്ചത് മേടിച്ചില്ല അല്ലേ? അബ്ബാന്റെ ഫോൺ അല്ലേ? ആ ചെറുത് വാങ്ങണോ? ഏത്? 2500 ചെറുതുണ്ട് പറഞ്ഞ? 2000 രൂപ 5000 രൂപ 4000 രൂപ. അതല്ല, മറ്റേത് നമ്മൾ മോള് കണ്ടില്ലേ സൈക്കിള്? ചെറുതോ? 2000 രൂപ എത്രയൊന്നും പറഞ്ഞില്ല പോയാലും ഓന് പറയണേ കിടപ്പുണ്ട്. മേടിച്ചിട്ട് അധികമായില്ല. എനിക്ക് ആ ഫ്രണ്ടിലത്തെ വീലില്ലേ അതിങ്ങനെ അതിന് വിട്ടുപോയി. ഞാൻ ഒന്ന് ഊരി അതൊന്ന് റെഡിയാക്കി ഇതിന്റെ ഒറ്റ കേസ് ഞാൻ കാണിച്ചത് വണ്ടി തന്നെയാണ്. 2150 അല്ലേ? ചുണ്ട വണ്ടി ആണോ? ഞാൻ അന്നു വല്ല പ്രശ്നം ഉണ്ടാക്കും. അന്നു ഒക്കെ ഒന്ന് ഊട്ടിക്കോളൂ. ഓന് കോമ്പസ് ബോക്സ് വാങ്ങാൻ പറഞ്ഞു. എനിക്ക് ഏത് സൈക്കിളാടാ? ഏത് സൈക്കിളാ കുഞ്ഞിനെ വാങ്ങിയേ? ഇപ്പൊ മിനാഹുന് സൈക്കിളായി, റിച്ചുവിന് സൈക്കിളായി, വെച്ചോ നിങ്ങൾ വലുതാകുമ്പോ എനിക്ക് കാർ മേടിച്ചു തരണം കേട്ടോ. അങ്ങോട്ടല്ല അങ്ങോട്ട് കറക്റ്റ് നോക്കട്ടെ. വാ ഇതാണ് നിങ്ങളെ അടി. ഓൻ്റെ കൊടയാണ്. ബാ ഇതൊക്കെ പടങ്ങനെ കുഞ്ഞെ വീടല്ലേ കേട്ടോ. ഇതിന് വേണ്ടി പരിശോധിച്ചു മറ്റേ കൊട്ട സ്ഥലം ചെരിവുണ്ടോ? കൊട്ട ചെരിഞ്ഞിട്ടാ? ചെരിവുണ്ടോ? ഓടിക്കുമ്പോ അപ്പൻ്റെ വെളി വന്നപ്പോ കണ്ടോ 50 വയസ്സല്ലേ? രണ്ടോടെ കയറുവാ ഇവിടെ വെക്കാം. നല്ലതായിട്ട് എടുക്കണേ. എടുക്കുമ്പോഴേ കുറച്ചങ്ങനെ വീടി നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. സൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലേ? കേട്ടതാ ഞാൻ വെച്ചുവിന് ആദിക്ക് സൈക്കിൾ മേടിച്ചിട്ട് വരുന്ന വഴിയാണ്. ഉച്ചക്കൂടെ നോക്കി ഹലോ ഗേസ് പറഞ്ഞു. ഹലോ ഗേസ്
നിന്നെ എടുക്കുന്നുണ്ട്. ഇറക്കാനാ പറഞ്ഞവനെ. ആ അത് ശരി. അക്കു അതെ സൈക്കിള്, അക്കുവിൻ്റെ സൈക്കിൾ. പുറകെ ഇങ്ങോട്ട് നീ റോഡിൽ കൂടെ ഒന്ന് ഓടിക്കണേ കേട്ടറാ. ഇവിടെ ഇവിടെ സ്റ്റാൻഡേർഡ് ഇങ്ങോട്ട് നീക്കി സ്റ്റാൻഡേർഡ്. എന്താ റിച്ചു പറഞ്ഞേ? റിച്ചുവിൻ്റെ ചെരുപ്പ് എവിടെ? നേഴ്സറി പോയോ? അയ്യോ, ഇപ്പം എന്ത് ചെയ്യും? സൈക്കിൾ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഇത് വേണ്ടല്ലോ, ചെരുപ്പ് വേണ്ടല്ലോ. എന്നാ സൈക്കിൾ മേടിച്ചോണ്ട് പോവാ. സൈക്കിൾ ഓടിക്കൊണ്ട് പോവാ. ആ റിച്ച് സൈക്കിൾ കൊണ്ടുവരുന്നുണ്ട്. ആ വാ റിച്ച് സൈക്കിളോട്ട് വാ. തള്ളിക്കൊണ്ട് പോവാ. ഞാൻ റിച്ച് സൈക്കിൾ മേടിച്ചു. സൈക്കിൾ ഇവിടെ കൊണ്ടിട്.